ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ BPSC 107 എന്ന് പറയുന്ന പെർസ്പെക്റ്റീവ്സ് ഓൺ ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു കോഴ്സാണ് നമ്മളിപ്പോൾ പൊളിറ്റിക്കൽ സയൻസിൽ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷറി വീഡിയോ ആയിരിക്കും ഇത്. ഇതിലൂടെ നമ്മൾ എന്തെല്ലാം യൂണിറ്റ്സ് ആണ് നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നത്. 4 ബ്ലോക്സ് ആയിട്ട് യൂണിറ്റ്സ് കവർ ചെയ്യുന്നുണ്ട് ഇതിൽ. അപ്പൊ ഈ ഒരു കോഴ്സ് വർക്കിന്റെ എൻറ്റയർ ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബ്ലോക്കിലേക്ക് പോകുമ്പോഴത്തേക്കും സ്റ്റഡിങ് ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. പൊളിറ്റിക്കൽ സയൻസിൽ തന്നെ ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുന്ന ഡിസിപ്ലിനെ കുറിച്ചിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അതിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. യൂണിറ്റ് 1 അണ്ടർസ്റ്റാൻഡിങ് ഇന്റർനാഷണൽ റിലേഷൻസ് എന്നാണ് പറയുന്നത്. ആ യൂണിറ്റ് അതുകൊണ്ട് തന്നെ കവർ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പൊ എന്തൊക്കെയാണ് ഇന്റർനാഷണൽ റിലേഷൻസിലെ കണ്ടംപററി ആയിട്ട് കൺസേൺസ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ഗ്ലോബൽ പീസിന് വേണ്ടിയിട്ടുള്ള അജണ്ടാസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് പറയാൻ പോകുന്നത്. യൂണിറ്റ് 2 വരുമ്പോഴത്തേക്കും IR എന്ന് പറയുന്ന ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുന്നതിന്റെ ഇവല്യൂഷനെ കുറിച്ച് നമ്മളൊന്ന് നോക്കും. അതില് സ്റ്റേജസ് ഓഫ് ഇവല്യൂഷൻ ആയിട്ടായിരിക്കും പഠിക്കുന്നത്. അതിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഇപ്പോ ഉള്ള എക്സിസ്റ്റ് ചെയ്യുന്ന സ്ട്രക്ചർ വരെ നമ്മളൊന്ന് എക്സാമിൻ ചെയ്യും. ബ്ലോക്ക് 2 വരുമ്പോഴത്തേക്കും ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സ് ആണ്. അപ്പോൾ ഈ ഒരു യൂണിറ്റില് കവർ ചെയ്യുമ്പോഴത്തേക്കും യൂണിറ്റ് 3 ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ വേൾഡ് വാർ 1 കോസസ് ആൻഡ് കോൺസിക്വൻസസ് ആണ് ആദ്യത്തത്. അപ്പോൾ വേൾഡ് വാർ 1 എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യൂണിറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വാർ ഇവന്റിന്റെ സീക്വൻസ് നമ്മൾ മനസ്സിലാക്കും. എന്തെല്ലാമായിരുന്നു വേൾഡ് വാറിന്റെ ഫസ്റ്റിന്റെ കോൺസിക്വൻസസ് എന്ന് മനസ്സിലാക്കും. അതിന്റെ ഇമ്പാക്ട് പഠിക്കും. ഇനി യൂണിറ്റ് 4 വരുമ്പോൾ ബോൾഷിവിക് റെവല്യൂഷന്റെ സിഗ്നിഫിക്കൻസ് എന്നാണ് അതിന്റെ ടോപ്പിക് ഹെഡിങ്. അപ്പൊ ഈ യൂണിറ്റിൽ മെയിൻലി വരുന്നത് ബോൾഷിവിക്സിനെ കുറിച്ചിട്ട് പുതിയൊരു സിസ്റ്റം ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസ് ഇതുവഴി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നു. പിന്നീട് ബോൾഷിവിക്സിനെയും അവരുടെ ആന്റി കൊളോണിയൽ സ്ട്രഗിൾസിനെ കുറിച്ചിട്ട് ഒരു ഓവർവ്യൂ നമുക്ക് ലഭിക്കും. പിന്നീടുള്ള കമ്മ്യൂണിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് മൂവ്മെന്റിനെ കുറിച്ച് അതെങ്ങനെയാണ് അവിടെ റഷ്യയിൽ നടന്നിട്ടുള്ളത് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ പഠിക്കും. യൂണിറ്റ് 5 എന്ന് പറയുന്ന ഡീൽ ചെയ്യുന്നത് റൈസ് ഓഫ് ഫാസിസം ആൻഡ് നാസിസം ആണ്. നമ്മൾ വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, എന്നാൽ കൂടി കൂടുതലായിട്ട് മീനിങ്, ഡോക്ട്രിൻ, കോൺസെപ്റ്റ് ഓഫ് ഫാസിസം ആസ് വെൽ ആസ് നാസിസം നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. മുസോളിനിയുടെയും ഹിറ്റ്ലറിന്റെ റൈസ് ഇറ്റലിയിലും ജർമ്മനിയിലും ഉള്ളത് കൂടുതലായിട്ടും എക്സ്പ്ലോർ ചെയ്യുകയാണ് നമ്മൾ ഈ യൂണിറ്റ് വഴി ചെയ്യുന്നത്. ഇനി യൂണിറ്റ് 6 കിടക്കുമ്പോഴത്തേക്കും വേൾഡ് വാർ 2 കോസസ് ആൻഡ് കോൺസിക്വൻസസ് ആണ്. അപ്പൊ ഈ യൂണിറ്റിൽ എന്ന് പറയുന്നത് വേൾഡ് വാർ 1 നമ്മൾ എക്സാമിൻ ചെയ്തതുപോലെ തന്നെ വേൾഡ് വാർ 2 നമ്മൾ പഠിക്കുകയും ആക്സസ് പവേഴ്സിന്റെ ഡിഫീറ്റ് എങ്ങനെയായിരുന്നു, പീസ് മേക്കിംഗ് എങ്ങനെ നടന്നു വേൾഡ് വാർ 2 ശേഷം, ഇന്ത്യ എന്തെല്ലാം തരത്തിൽ ഈ വാറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, സൂപ്പർ പവേഴ്സിന്റെ എമർജൻസ് എങ്ങനെ ഉണ്ടായി, അതുവഴി ലൈക് കോൾഡ് വാർ ഒക്കെ ഹാപ്പൻ ചെയ്തു, അതെങ്ങനെയാണ് നടന്നത്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. 1939 to 1945 വരെ ഉണ്ടായിരുന്ന ആ ഒരു ഫേസിനെയാണ് ഈ യൂണിറ്റ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ബ്ലോക്ക് 3 കടക്കുമ്പോഴത്തേക്കും കുറച്ച് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് ആണ് നമ്മൾ ഇന്റർനാഷണൽ റിലേഷൻസിൻ്റെത് എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പൊ അതിൽ യൂണിറ്റ് 7 നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലാസിക്കൽ റിയലിസം ആൻഡ് ന്യൂ റിയലിസം ആണ്. അപ്പോൾ റിയലിസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്റർനാഷണൽ റിലേഷൻസിന്റെ ഒരു ഫ്രെയിംവർക്ക് ആണ്, ബേസിക് ഫ്രെയിംവർക്ക് ആണ്. അപ്പൊ ക്ലാസിക്കൽ റിയലിസം തൊട്ട് സ്ട്രക്ചറൽ റിയലിസം വരെ നമ്മൾ അനലൈസ് ചെയ്യും. ക്ലാസിക്കൽ റിയലിസം ഇപ്പോൾ കോൺട്രിബ്യൂഷൻസ് ആയ തുസിഡിയസ്, കൗഡില്യ, മൊർമാക്കിയവെല്ലി, ഹോബ്സ്, CH കാർ, മോർഗനോ ഇവരെയെല്ലാം തന്നെ പഠിക്കുകയും പിന്നീട് ന്യൂ റിയലിസം അഥവാ സ്ട്രക്ചറൽ റിയലിസത്തിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അവിടെ കെനത്ത് വാൾസിന്റെ ഐഡിയ നമ്മൾ എക്സ്പ്ലോർ ചെയ്യും, എന്നിട്ട് അതിനെല്ലാം തന്നെ അസസ് ചെയ്യും. ഈ യൂണിറ്റിലൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അടുത്ത വരുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ലിബറലിസം ആൻഡ് ന്യൂ ലിബറലിസം ആണ്. അപ്പൊ ഈ യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത് റിയലിസത്തിനെ കോൺട്രാസ്റ്റ് ചെയ്യുന്ന ഒരു തിയറിയാണ് ലിബറലിസം. ലിബറലിസത്തെയും പിന്നീട് അതിൽ വന്നിട്ടുള്ള പോസ്റ്റ് വാർ ഇയേഴ്സിലെ ലിബറൽ അപ്രോച്ചിനെയും ന്യൂ ലിബറൽ അപ്രോച്ചിനെയും നമ്മൾ പഠിക്കുന്നതായിരിക്കും. യൂണിറ്റ് 9 കടക്കുമ്പോഴത്തേക്കും മാർക്സിസ്റ്റ് അപ്രോച്ചാണ്. അപ്പൊ ഈ യൂണിറ്റില് മാർക്സിസ്റ്റ് തിയറിയാണ് പഠിക്കുന്നത്. ഇംപീരിയലിസം, ന്യൂ മാർക്സിസം, പുതിയ ഡിപ്പെൻഡൻസി സ്കൂൾ വന്ന വഴിയുള്ള ഗ്രാംഷി, ന്യൂ ഗ്രാംഷിയൻ ഐഡിയാസ്, ക്രിട്ടിക്കൽ തിയറി ഒക്കെ തന്നെ നമ്മൾ ഇതുവഴി അനലൈസ് ചെയ്യും. യൂണിറ്റ് 10 കടക്കുമ്പോഴത്തേക്കും ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്സ് ആണ്.
എന്തുകൊണ്ട്? അപ്പൊ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്, ഫെമിനിസത്തിന്റെ മീനിങ് മനസ്സിലാക്കി ഇന്റർനാഷണൽ റിലേഷൻസിൽ ഫെമിനിസത്തിന്റെ ഇമ്പോർട്ടൻസ് അനലൈസ് ചെയ്യാണ് ഈ യൂണിറ്റിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സെക്യൂരിറ്റിയുടെ കോൺസെപ്റ്റ് ഒരു ജെൻഡർ പെർസ്പെക്റ്റീവിലൂടെ അനലൈസ് ചെയ്യും. ബേസിക് ആയിട്ട് ഗ്ലോബൽ എക്കണോമിയില് ഇന്റർനാഷണൽ പൊളിറ്റിക്സിലും ജെൻഡറിന്റെ ആ ഒരു സ്പിയർ വെച്ചിട്ടാണ് നമ്മളിത് അനലൈസ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. യൂണിറ്റ് 11 എന്ന് പറയുന്നത് യൂറോസെൻട്രിസം ആൻഡ് പെർസ്പെക്ടീവ്സ് ഫ്രം ദ ഗ്ലോബൽ സൗത്ത് ആണ്. ഈ യൂണിറ്റ് കവർ ചെയ്യുന്നത് യൂറോസെൻട്രിസം കോൺസെപ്റ്റ് എങ്ങനെ ഇന്റർനാഷണൽ റിലേഷൻസിനെ കൂടുതൽ ട്രയംഫ് ചെയ്ത് നിൽക്കുന്നു, IR-ന്റെ തിയറി നമ്മൾ അനലൈസ് ചെയ്യും. എത്ര യൂറോസെൻട്രിക് ആണ് IR-ന്റെ തിയറി എന്ന് നമ്മൾ പഠിക്കും. നോൺ വെസ്റ്റേൺ ഇന്റർനാഷണൽ റിലേഷൻസ് തിയറി അനലൈസ് ചെയ്യുകയും ഗ്ലോബൽ സൗത്ത് വോയിസസ് ഇതിന്റെ ഇമ്പോർട്ടൻസ് പഠിക്കുകയും ചെയ്യും. അപ്പൊ ഇന്റർനാഷണൽ റിലേഷൻസിന്റെ തിയറീസ് ഫ്രം ദ ഗ്ലോബൽ സൗത്തും അതിന്റെ ലിമിറ്റേഷൻസും ഇതുവഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബ്ലോക്ക് 4, ലാസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ കവർ ചെയ്യുന്നത് കൺടെമ്പററി ഇന്റർനാഷണൽ റിലേഷൻസ് ആണ്. അപ്പൊ ഇതിലെ യൂണിറ്റ് 12 നമ്മൾ ആദ്യമേ തന്നെ കിടക്കുന്നത് കോൾഡ് വാറും അതിന്റെ ഡിഫറെന്റ് ഫേസസും ആണ്. അപ്പൊ ഇതില് എങ്ങനെയാണ് കോൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തത്, അതിന്റെ സെക്കൻഡ് ഫേസ് ഓഫ് കോൾഡ് വാർ എന്താണ്, തേർഡ് ഫേസ് ഓഫ് കോൾഡ് വാർ എന്താണ്, അത് അനലൈസ് ചെയ്യുന്നത് ഡിറ്റന്റെ കൊളാപ്സ് ആവുന്നത്, കോൾഡ് വാർ റീഎമർജൻസ് ചെയ്ത് ഹോസ്റ്റിലിറ്റീസ്, അതായത് കോൾഡ് വാറിന്റെ അവസാനം ഉണ്ടാവുന്ന കുറച്ച് ഹോസ്റ്റിലിറ്റീസ് അതാണ് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. കോൾഡ് വാറിന്റെ അവസാനവും നമ്മൾ അനലൈസ് ചെയ്യും. യൂണിറ്റ് 13ലേക്ക് കടക്കുമ്പോൾ ആന്റി കൊളോണിയൽ മൂവ്മെന്റ് ആൻഡ് ഡീകോളനൈസേഷൻ ആണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് കോൾഡ് വാറിന് ശേഷം ഉണ്ടായ ആന്റി കൊളോണിയൽ മൂവ്മെന്റ്സ് ഗ്ലോബൽ കോണ്ടെക്സ്റ്റിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. ഇഫക്ട്സ് ഓഫ് ഡീകോളനൈസേഷൻ വേൾഡ് പൊളിറ്റിക്സിലെ ഉണ്ടാവുന്നത്, ആന്റി കൊളോണിയൽ മൂവ്മെന്റ്സ് നടന്നത്, അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് ഫോറിൻ പോളിസിയിലാണ്. പർട്ടിക്കുലർലി നമ്മൾ ഇന്ത്യൻ കേസാണ് പഠിക്കുന്നത്. യൂണിറ്റ് 14ൽ നമ്മൾ നോക്കുന്നത് എൻഡ് ഓഫ് കോൾഡ് വാർ, എമർജൻസ് ഓഫ് ഗ്ലോബൽ ഓർഡർ ഓർ ഡിസോർഡർ ആണ്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നതില് കോൾഡ് വാർ ഉണ്ടായിരിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, പിന്നീട് ഫ്രാൻസിസ് ഫുക്യോമയുടെ എൻഡ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അത് നമ്മൾ പഠിക്കും. 3 ബ്ലോക്ക് ജിയോ ഇക്കണോമിക്സ് മോഡൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. റീവൈറ്റലൈസ് ചെയ്യപ്പെട്ട ബാലൻസ് ഓഫ് പവർ മോഡൽ സ്ട്രക്ചർ ഇവാലുവേറ്റ് ചെയ്യും. ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് മോഡൽ സാമുൽ പി ഹണ്ടിങ്ടന്റെ പഠിക്കും. യൂണിപോളാർ മൂവ്മെന്റ് നടക്കുന്നതും സോൺസ് ഓഫ് പീസ് ആൻഡ് ടർമോയിൽ ഇപ്പോൾ ഉള്ള ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ ഉള്ളത് നമ്മൾ പഠിക്കും. ആൻഡ് ദ ഗ്ലോബൽ വില്ലേജ് ദാറ്റ് ഇസ് എക്സിസ്റ്റിംഗ് നൗ. ഇൻസിപ്പിയന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ബൈപോളാർ സിസ്റ്റം, അന്നുണ്ടായിരുന്ന ബൈപോളാർ സിസ്റ്റത്തിനെ കുറിച്ചിട്ടും നമ്മൾ പഠിക്കുന്നതായിരിക്കും. യൂണിറ്റ് 15 എന്ന് പറയുന്നത് ചേഞ്ചിങ് നേച്ചർ ഓഫ് ദ UN സിസ്റ്റം ആണ്. അപ്പൊ ഈ യൂണിറ്റിൽ മെയിൻലി നമ്മൾ യുണൈറ്റഡ് നേഷൻസിന്റെ സിസ്റ്റത്തിന്റെ വർക്കിങ്ങും UN-ന്റെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുറെ ഏജൻസീസ് ഉണ്ട്, അത് പഠിക്കും. UN-ന്റെ ചേഞ്ചിങ് നേച്ചർ എന്താണെന്ന് പഠിക്കും. UN ഡെമോക്രറ്റൈസ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് കുറച്ച് ഡീൽ ചെയ്യും. ആൻഡ് UN-ന്റെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾക്ക് ഈ യൂണിറ്റ്സ് കവർ ചെയ്തത്. നമ്മൾക്ക് ഈ ഒരു ഇന്റർനാഷണൽ റിലേഷൻസിനെ കുറിച്ച് കുറച്ചുകൂടി ബേസിക് ആയിട്ട് നമുക്ക് ഇതിനെ കുറിച്ചിട്ട് ഉള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ് ഇൻട്രൊഡക്ടറിയിൽ തന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതിനെ ഓരോ യൂണിറ്റിനെയും ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും. താങ്ക് യു.